എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് നമുക്കൊന്ന് സെറ്റാക്കിയാലടാ. ഒരുപാട് മക്കൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കൂടെ പോകുന്നോളെ. എടാ, എലമെന്റ്സ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പാർട്ടിക്കിൾസിലൊക്കെ എന്താടാ ആറ്റംസ് ഉണ്ട്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചതാ. 180 എലമെന്റ്സ് നമുക്ക് ചുറ്റുമുണ്ട്. പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൽ ഉണ്ട്. അതെൻ്റെ മക്കൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് ഒരുപാട് എക്സാമ്പിൾസുകളുണ്ട്. ആരൊക്കെയാണ് മക്കളെ എലമെന്റ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. പീരിയോഡിക് ടേബിളിലുള്ള 20 എലമെന്റ്സ് ഞാനിപ്പോൾ എഴുതി. ഇതൊക്കെ എലമെന്റ്സ് ആടാ. ഇവരൊക്കെ എലമെന്റ്സ് ആണ്. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഒറ്റ ആൾക്കാരെ കാരണം. ഈ എലമെന്റ്സിന് പേര് വന്ന വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അത് സ്ഥലപ്പേര് വെച്ചിട്ടാണ് കണ്ടെത്തിയവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നെയിമിങ്, അവരുടെ നെയിമിങ് വെച്ച് പറഞ്ഞ പോലെ ഉണ്ട്. ഇപ്പോൾ മക്കളോട് പറയുകയാണ് പീരിയോഡിക് ടേബിളിലെ 101ാമത്തെ എലമെന്റ് ആണ് MD എന്ന് പറയും, മെന്റലേവിയം എന്ന് പറയും. അതുപോലെ തന്നെ അമേരിഷ്യം, ഫ്രാൻഷ്യം, അങ്ങനെ ഒരുപാട് എലമെന്റ്സുകളുണ്ട്. ഇപ്പോൾ MD എന്ന് പറഞ്ഞത് മെന്റലേവിയം കണ്ടെത്തിയാടാ. ഇനി RF ഉണ്ട്, റൂദർഫോർഡ് കണ്ടെത്തിയാണ്. ഇനി ക്യൂരിയം, മേരി ക്യൂരി കണ്ടെത്തിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സയന്റിസ്റ്റുകളെ പേര് വെച്ച് കണ്ടെത്തിയ എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്ഥലപ്പേര് വെച്ച് അമേരിഷ്യം അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയതാണ്, ഫ്രാൻഷ്യം ഫ്രാൻസിൽ നിന്ന് കണ്ടെത്തിയതാണ്, പൊളോണിയം പോളണ്ടിൽ നിന്ന് കണ്ടെത്തിയതാണ്. അങ്ങനെയൊക്കെ എടാ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് നീ കളേഴ്സ് വെച്ചിട്ടുണ്ട്. ക്രോം എന്ന കളർ വെച്ചിട്ടാണ്, റുബീനിയം റെഡ് കളർ വെച്ചിട്ടാണ്. അങ്ങനെ എലമെന്റ്സുകളൊക്കെ ഡിസ്കവർ ചെയ്തത് സയന്റിസ്റ്റുകളെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താടാ സ്ഥലപ്പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താടാ കളേഴ്സ് വെച്ചിട്ടൊക്കെയാണ്. അപ്പോൾ എലമെന്റ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ. എന്നാൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ്സ് കൂടി ചേർന്നാൽ കമ്പൈൻ ചെയ്താൽ എന്ത് കിട്ടും? കോമ്പൗണ്ട്സ് കിട്ടും. എലമെന്റ്സ് ടു കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട്സ്. 2 എലമെന്റ്സ് കൂടി ചേരുകയാണെങ്കിൽ A+B ഗീവ്സ് എന്ത് കിട്ടൂടാ? AB എന്ന് കിട്ടും. അപ്പൊ 2 എലമെന്റ്സ് കൂടിയാൽ എന്ത് കിട്ടും മക്കളെ? കോമ്പൗണ്ട്സ് കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലേടാ. എന്റെ മക്കൾ പറഞ്ഞേടാ, ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്, ക്ലോറിൻ ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇവർ തമ്മിൽ കൂടിയാൽ നമുക്ക് ഡാഷ് കിട്ടും. അപ്പൊ എന്തായിരിക്കും മക്കളെ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എലമെന്റ്, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എലമെന്റും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? കോമ്പൗണ്ട് കിട്ടും. ആ കോമ്പൗണ്ടിന്റെ പേരൊന്ന് മക്കളൊന്ന് പറഞ്ഞേടാ. H+Cl ഗീവ്സ് HCl. അപ്പൊ HCl എന്ന് തന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ദാറ്റ്സ് കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. എന്നാൽ കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമ്പൗണ്ട്സ് ക്യാൻ ബി സെപ്പറേറ്റഡ്. കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജനെയും ക്ലോറിനെയും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് പറയടാ. Na+Cl ഗീവ്സ് എന്ത് കിട്ടൂടാ? Na എന്ന് പറഞ്ഞതൊരു എലമെന്റ് ആണ്, Cl എന്നൊരു എലമെന്റ് ആണ്. എലമെന്റും കൂടിയാൽ ഒരു കോമ്പൗണ്ട് കിട്ടില്ലേടാ. അവന്റെ സിമ്പിൾ എന്താടാ? NaCl, സോഡിയം ക്ലോറൈഡ് ആണ്. ക്ലിയർ അല്ലേടാ? അതുപോലെ തന്നെ മക്കൾ പറഞ്ഞു നോക്കിയാടാ, K+Cl ഗീവ്സ് എന്താണ് കിട്ടുക മക്കളെ? KCl എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ് മക്കളെ? കോമ്പിനേഷൻ ആണ് നടക്കുന്നത്. പൊട്ടാസ്യവും ക്ലോറിനും കോമ്പിനേഷൻ നടന്നത് കൊണ്ടാണ് KCl കിട്ടിയത്. സോ ഇത് രണ്ടും എന്താണ് മക്കളെ? ഇവനെ രണ്ടുപേരും നമ്മൾ എന്ത് വിളിക്കാം? എലമെന്റ് എന്ന് പറയാം. പൊട്ടാസ്യം ഒരു എലമെന്റ് ആണ്, ക്ലോറിൻ ഒരു എലമെന്റ് ആണ്. എലമെന്റും കൂടി ചേർന്ന് KCl എന്ന എന്ത് കിട്ടും മക്കളെ? കോമ്പൗണ്ട് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പം എൻ്റെ മക്കളെ സെറ്റാക്കി വെക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ മക്കൾക്ക് എന്ത് ചെയ്യും? ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതുപോലെ തന്നെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം, എലമെന്റ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല, കോമ്പൗണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കളെ സെറ്റാക്കി വെക്കുക. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട് മക്കളെ, അതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? താഴെ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. C+O2 ഗീവ്സ് എന്ത് കിട്ടും? ഡാഷ്. അപ്പോൾ ഈ C എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു എലമെന്റ് ആണ്. O2 ഒരു എലമെന്റ് ആണ്. അപ്പോൾ എലമെന്റ് എലമെന്റ്. പിന്നെ ഒരു കാര്യം കൂടി മക്കളോട് പറയാണ്, ഇവരെ നമ്മൾ റിയാക്റ്റന്റ് എന്ന് വിളിക്കും. ഈ എലമെന്റ്സ് ഒക്കെ പൊതുവെ റിയാക്റ്റന്റ് ആണ്. ഇവിടെ കിട്ടുന്നത് എന്താണ് മക്കളെ? പ്രോഡക്റ്റ് ആണ്. അപ്പൊ C+O2 തമ്മിൽ കൂടിച്ചേർന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് മക്കൾ താഴെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. മാത്രമല്ല എജുപോർട്ടിന്റെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക മക്കളെ? ഫോളോ ചെയ്യാൻ മറക്കല്. അതുപോലെ തന്നെ അസ്ലം സാർ അക്കൗണ്ട് മക്കൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാൻ മറക്കരുത്. അസ്ലം മാഷ് എന്ന അക്കൗണ്ട്. ഓക്കെ അല്ലേടാ? പിന്നെ എൻ്റെ മക്കളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് കെമിസ്ട്രി
കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും എല്ലാം ബേസിക് സയൻസ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എജുപോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താടാ ഒരു പവർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പവർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ 20th-നാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ചേരുന്ന 500 പേർക്ക് എന്താടാ ഇത്ര എമൗണ്ടിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളി, കൂടെ കൂടിക്കോളി, നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ സെറ്റാക്കുക, വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സീ യു ഡാ, ബൈ.